ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള കാരമൽ ക്രീം മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്കിത് സൽക്കാരത്തിനും ഇതിനൊക്കെ നല്ല അടിപൊളിയായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി കേട്ടോ. അത് മാത്രമല്ല നമുക്കിത് പുഡിംഗ് ആയിട്ടും കേക്കായിട്ടും എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയും കൂടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. വലിയ മുട്ടയാണെങ്കിൽ നമുക്ക് 2 മുട്ടേൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് മിൽക്ക് കേക്കാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് മിൽക്ക് കേക്ക് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഫ്ലഫി ആയിട്ടോ അങ്ങനെയൊന്നും വേണ്ട. ഒരു സാധാ മിൽക്ക് കേക്ക്, അതും പ്ലെയിനായിട്ട് മതി കേട്ടോ. ഭയങ്കരമായിട്ട് പൊന്തി വരുമോ ഒന്നും വേണ്ട. നമുക്ക് വിസ്ക് വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ മിൽക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിക്കാത്ത പഞ്ചസാര ചേർക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് ഞാനത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്ക് വെച്ചിട്ടും പിന്നെ മിക്സിയിലിട്ടിട്ടൊക്കെ നിങ്ങൾക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം, ഒരു പ്രശ്നവും കേട്ടോ. നമുക്കിത് അധികം പൊന്തിയിട്ടോ പൊങ്ങിയിട്ടോ ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല, പ്ലെയിനായിട്ട് മതി. അത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കട്ടെ. നമ്മൾ ആകെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ മുട്ടേൻ്റെ ഒരു സ്മെല്ലില്ലാണ്ട് നോക്കാട്ടാ. ഞാനിപ്പോൾ അത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ആദ്യം തന്നെ ചേർക്കാം, പക്ഷെ അതിനോട് മറന്നു വേണ്ട ഇപ്പം ചേർക്കുന്നതെന്ന് മാത്രം. പിന്നെ 1 കപ്പ് മൈദ എടുത്തിട്ട് അതിൽ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ആട്ടാ ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ പകുതിയാക്കിയിട്ട് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വിസ്ക് പിന്നെ ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്ന. നിങ്ങൾക്ക് വിസ്കോ പോലെ തന്നെ പിന്നെ സ്പാച്ചുലോ വെച്ചിട്ട് മിക്സാക്കി എടുക്കട്ടാ. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുന്നേ ഉള്ളൂ. നമ്മൾ അധിക നേരം ഇതിൽ ഇളക്കാതിരിക്കാൻ നോക്കട്ടെ. നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അധിക സമയം നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ നമ്മൾ വിചാരിച്ചൊരു ടെക്സ്ചർ കിട്ടൂല. നമുക്ക് പിന്നെ കേക്ക് അധികം പൊങ്ങി കിട്ടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് മിക്സിയിലൊക്കെ ആണെങ്കിൽ മിക്സിയിലിട്ടിട്ട് തന്നെ നിങ്ങൾക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നതിന് സാരമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ഓയിൽ ചേർക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഓയിൽ കേട്ടോ, വെളിച്ചെണ്ണയൊന്നും ഒരിക്കലും ചേർക്കണ്ട. ഏതെങ്കിലും ഒരു ഓയിൽ ചേർക്കാം. 1/4 കപ്പ് കേട്ടോ അത് ചേർത്തത്. നമ്മൾ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്നെങ്കിൽ ഏറ്റവും ലോ സ്പീഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാവും. പിന്നെ അതിലേക്ക് ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള 1/4 കപ്പ് പാലാട്ടാണ് ചേർക്കുന്നത്. 1/4 കപ്പ് പാലാണ് ചേർക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള. അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. ബേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ പിന്നെ പാത്രത്തിൽ വെക്കാം, അല്ലെങ്കിൽ ഓവനിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ സാധാ പാൻ ഉണ്ടല്ലോ, നമ്മളെ വീട്ടിൽ പോളകളൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്ന പാൻ ഉണ്ടല്ലോ, അതിൽ കുറച്ച് ഓയിലും അതുപോലെ തന്നെ കുറച്ച് മൈദയും തട്ടിക്കൊടുത്തിട്ട് അതിൽ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്ന. നമുക്കിപ്പോൾ സാധാ ഒരു മിൽക്ക് കേക്കിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ടിന്ന് വെച്ചിട്ടും ഇത് ചെയ്തിട്ട് എടുക്കാം. ബാറ്ററി പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തട്ടിക്കൊടുത്തിട്ട് നമുക്കിത് നേരെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് മാറ്റാം. എന്നിട്ട് ആദ്യത്തെ 2-3 മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ അത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു അടിയിലൊരു പഴയ പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് വെക്കട്ടാ. ഇപ്പോൾ നമുക്കൊരു 10-35 മിനിറ്റ് കൊണ്ട് തന്നെ ഈ മിൽക്ക് കേക്ക് റെഡിയായി കിട്ടും. ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ട്രേയിലാണോ ഇത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേ ട്രേയിൽ തന്നെ ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കാരമൽ സോസ് ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പഞ്ചസാര ജസ്റ്റ് ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. കറക്റ്റ് 3 ടേബിൾ സ്പൂൺ അളന്നിട്ട് ഒഴിക്കാൻ മറക്കരുത്. അത് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് പഞ്ചസാരയൊക്കെ നല്ല പോലെ മെൽട്ടായിട്ട് കളർ ചേഞ്ച് ചെയ്യുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാം കേട്ടോ. നല്ല പോലെ പഞ്ചസാരേൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇടാനും മറക്കരുത് കേട്ടോ. ഇപ്പം നമുക്ക് പഞ്ചസാര ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. പഞ്ചസാര മൊത്തത്തിൽ മെൽട്ടായിട്ട് വരാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ബട്ടർ മാത്രം ഇത് ചേർക്കാൻ പറ്റൂ, ഓയിലോ ഒന്നും ഒഴിക്കാൻ പറ്റൂല കേട്ടോ. ബട്ടർ തന്നെ എടുക്കുക. ഈ ബട്ടർ നല്ല പോലെ ഒന്ന് മിക്സായി കിട്ടിയാൽ അതിലേക്ക് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത് വിപ്പിംഗ് ക്രീം കേട്ടോ. ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമും കൂടി ചേർക്കാം കേട്ടോ. അതിൽ ഏതായാലും പ്രശ്നമില്ല. ഇതിനിടയ്ക്ക് നമ്മൾ പഞ്ചസാര കരിഞ്ഞു പോവാണ്ട് നോക്കാം. വിപ്പിംഗ് ക്രീമിന് പകരം തിക്ക് ക്രീമും എടുക്കുന്നതിന് പ്രശ്നമില്ല കേട്ടോ. അതിൽ ഏതായാലും സാരമില്ല. അത് രണ്ടും ഇല്ലാത്തപോലെ ഫ്രഷ് ക്രീമെങ്കിലും എടുക്കാൻ ശ്രമിക്കാം. പാലൊന്നും ഒഴിക്കരുത് കേട്ടോ. നമുക്ക് ഒരു നല്ല തിക്ക് ക്രീമാണ് വേണ്ടത്. ഇങ്ങനെ ആക്കി എടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താലുണ്ടല്ലോ നമുക്ക് ഈ ഒരു രൂപത്തിലാക്കി കിട്ടും. നല്ലൊരു കാരമൽ ക്രീം ആയി കിട്ടും കേട്ടോ ഇത്.
ഇനിയിപ്പോൾ നമുക്കത് നല്ലപോലെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ മിൽക്ക് കേക്ക് എന്തായെന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 35 മിനിറ്റ് എനിക്ക് എടുത്തിന് കേട്ടോ ഇത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലപോലെ ഒന്നും അടിഭാഗം ഒന്നും പിടിച്ചിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടീന് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒരു ട്രേയിലേക്ക് മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയർ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒന്നായിട്ട് അങ്ങനെയും വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഞാൻ എടുക്കുന്ന ട്രേക്ക് കണക്കായിട്ട് അവിടെ ഇവിടെ ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ലെയർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അത്രയും ജസ്റ്റ് ഒന്ന് എല്ലാവരുടെയും ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് പിന്നെ ഇങ്ങനെ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കാം. ഇനിയിപ്പം ഇത് നല്ല പോലെ ഒന്ന് വെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നിക്കെങ്കിലും ഷുഗർ സിറപ്പ് ഒഴിക്കുക, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്നത് പോലെ ഒരു കപ്പ് മിൽക്ക് എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിക്കുക കേട്ടോ. മിൽക്ക് മെയ്ഡ് എന്ന് പറയുന്നത് നമ്മൾ മധുരത്തിനനുസരിച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടിന്നോളം മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്. അത് രണ്ടും മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് ഈ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ കേക്ക് നല്ലപോലെ ഈ പാലും മിൽക്ക് മെയ്ഡും പൊതിർന്നിട്ട് നല്ലൊരു ടെക്സ്ചറായി കിട്ടും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ചേർക്കാം. സാധാരണയായിട്ട് ഈ ഒരു മിൽക്ക് മാത്രം മതി കേട്ടോ, അതന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേക്കിന്. ഇതിൽ ഈ കേക്കിന് പ്രധാനമായിട്ടും നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു പിന്നെ പാലിൻ്റെ മിക്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പും ചെയ്യാം, പക്ഷെ മിൽക്ക് കേക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യലായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിത് നല്ല പോലെ ഒന്ന് കേക്കിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കാണാം, ഇതിൻ്റെ അടിയിൽ നമുക്ക് മിൽക്ക് കേക്ക് നല്ല പോലെ പൊതിർന്നിട്ട് ബാക്കി മിൽക്ക് ഇതിൻ്റെ അടിയിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് മൊത്തമായിട്ടും ഈ കേക്കിലേക്ക് തന്നെ അബ്സോർബായി വരും. അപ്പോൾ നമുക്ക് അതവിടെ വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം, നല്ല പോലെ തണുത്ത വിപ്പിംഗ് ക്രീം ആട്ടോ. അത് എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് കേക്കിനൊക്കെ ചെയ്യുമല്ലോ അതേ രീതിയിൽ ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പക്ഷേ കേക്കിൻ്റെ അത്രത്തോളം ടൈറ്റായിട്ട് കിട്ടണമെന്നില്ല, നമുക്ക് പുഡിങ്ങിനൊക്കെ ചെയ്യുന്ന പോലെ അത്ര ടൈറ്റിൽ നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കട്ടെ. നമ്മുടെ മിൽക്ക് കേക്കിൻ്റെ മേലേക്ക് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഒഴിച്ച മിൽക്കൊക്കെ നല്ല പോലെ കേക്ക് വലിച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കേക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലേക്ക് ജസ്റ്റ് മൊത്തമായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കത്ര ലെവലാക്കിയിട്ടൊന്നും കിട്ടണമെന്നില്ല, എന്നാലും എല്ലാ ഭാഗത്തും ഈ വിപ്പിംഗ് ക്രീം എത്താൻ ശ്രമിക്കാം. ഞാൻ നല്ല പോലെ എല്ലാവരുടെയും ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലേക്ക് നമ്മൾ ആക്കി വെച്ച കാരമൽ ക്രീം ഉണ്ടല്ലോ, അത് നല്ല പോലെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഒന്നിക്കെങ്കിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സൈഡ് ഒഴിച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും സ്പാച്ചില വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ലെവൽ ചെയ്തിട്ട് എടുക്കാം. പക്ഷേ സ്പാച്ചിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഫിനിഷിങ് കിട്ടൂല കേട്ടോ. എല്ലാവരുടെയും ഒരുപോലെ ചെയ്തിട്ട് എടുക്കുന്ന ഈ ഒരു ഫിനിഷിങ് കിട്ടൂല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് എല്ലാവരുടെയും ഒന്ന് തട്ടി കൊടുക്കാനേ പറ്റും കേട്ടോ. അല്ലാണ്ട് നമുക്ക് ഈ അടിയിലുള്ള ക്രീം രണ്ടും കൂടി മിക്സായി പോകുന്നൊരു പ്രശ്നം വരും. അപ്പോൾ ഞാൻ സൈഡിലൊക്കെ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലത്തെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് പിന്നെ ലെവൽ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കുറച്ച് കൂടുതലായി പോയിന്, കാരണം ഞാൻ കട്ട് ചെയ്യാണ്ട് വെച്ചതാണല്ലോ കേക്ക്, അതുകൊണ്ട് തന്നെ ഏകദേശം കുറച്ച് മേലോളം ആയിപ്പോയിന് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ക്രീമിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ വൈറ്റ് ക്രീമൊന്നും വേണമെന്നില്ല, സാധാ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ നമ്മൾ ബീറ്റ് ചെയ്ത്, അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മേലെ ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് എടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ചെയ്യാട്ടോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് പിന്നെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാട്ടോ. അടിപൊളി ടേസ്റ്റുള്ളൊരു മിൽക്ക് കേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്കായിട്ടും അതേസമയം പുഡിംഗ് ആയിട്ടും എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ഇതിനൊക്കെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയും കൂടി കേട്ടോ. ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മേലേക്ക് ഒന്നേക്കെങ്കിലും മിൽക്ക് മെയ്ഡ് കൊണ്ട് നിങ്ങൾക്ക് ഇത് ഗാർണിഷ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ മേലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മിൽക്ക് ഉണ്ടല്ലോ, മിൽക്കും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ടുള്ള പിന്നെ ആ മിൽക്കിൻ്റെ കൂട്ട് അത് ഒഴിച്ച് കൊടുക്കാട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ മേലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് മാത്രമേ ഒഴിച്ച് കൊടുത്തിനുള്ളൂ. നല്ല അടിപൊളിയായിട്ട് ഇത് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പുഡിംഗ് ആയിട്ടും കേക്കായിട്ടും എങ്ങനെ വേണമെങ്കിൽ സെർവ് ചെയ്യട്ടാ. ഇതിനൊക്കെ പറ്റിയൊരു റെസിപ്പി ആവുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഒരു കമൻറ്റെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ താങ്ക് യു, ബൈ.